ഹായ് പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും LifeTone ചാനലിലേക്ക് സ്വാഗതം. ഈസ്റ്ററിന് എന്ത് അടിപൊളി വിഭവം തരും? കഴിഞ്ഞ 15 ദിവസമായിട്ട് ഞങ്ങൾ റിസർച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആവിഷ്കാരമാണ് ഇന്ന്. നമ്മുടെ ചാനലിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളാണ് പ്രിയപ്പെട്ട സ്നേഹിതർക്ക് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് കുക്കിംഗ് സെക്ഷനിലെ ഒരു കിടിലൻ വീഡിയോയാണ്. ഡെലീഷ്യസ് സ്റ്റീം ബീഫ്. അപ്പോൾ ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ ഒരു കാര്യം, പുതിയ സ്നേഹിതരൊക്കെ നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. അവർക്കൊക്കെ ചാനലിന് വേണ്ടി ഹായ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നമ്മുടെ ഈ നല്ല വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് സ്റ്റീം ബീഫിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ ഒന്ന് പരിചയപ്പെടുത്താം. ചെറിയുള്ളി 50 ഗ്രാം, വെളുത്തുള്ളി 10 എണ്ണം, ഇഞ്ചി ചെറിയ 2 കഷ്ണം, നല്ല വിളഞ്ഞ തേങ്ങാക്കൊത്താണ് ഒരു 10 എണ്ണം 2 ഇഞ്ച് വലുപ്പത്തിൽ, കശുവണ്ടി പരിപ്പ് ഒരു 20 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. കടല 20 ഗ്രാം എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി 20 ഗ്രാം എടുത്തിട്ടുണ്ട്. നെയ്യ്, തേന്. ഇനി പൊടികളായിട്ടുള്ളതാണ് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ചെറിയൊരു സ്പൂണ്, ഉപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പൊടികളെല്ലാം വെളുത്തുള്ളി, ഇഞ്ചി, ഒരല്പം ചെറിയുള്ളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴമ്പായിട്ട് അരച്ചെടുക്കണം. പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ PVC പൈപ്പ് പ്ലാന്റിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതന്ന് വളർച്ച പൂർത്തിയായതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് വെച്ചിരിക്കും. വേനലായതുകൊണ്ട് ഇച്ചിരി വളരാൻ പാടായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഫസ്റ്റാണ് നമ്മുടെ ചാനലിൽ കൊച്ചു കുട്ടികളെ ഒന്ന് കാണിക്കണം. ഇംഗ്ലീഷ് അക്ഷരം അവർ പഠിച്ചില്ലെങ്കിൽ ടപ്പേന്ന് പഠിക്കും. അപ്പോൾ നമ്മൾ അരച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് എടുക്കാം. 500 ഗ്രാം വലിയ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നെയ്യൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എല്ലിൻ്റെ അംശമൊന്നുമില്ല. 2 ഇഞ്ച് കട്ടിയായിട്ട് 3-4 കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത പീസുകൾ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഓരോ പീസും ഒരു 4 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് വേർപെടുത്തണ്ട. നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബുക്കിൻ്റെ പേജ് പോലെ അങ്ങനെ നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ആ ലെയറും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റായിട്ടുള്ള മസാലകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഓരോ അടുക്കും എടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ 4 വലിയ കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഓരോ അടുക്കിലേക്കും ഇങ്ങനെ തേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കണം. ഗരം മസാല എടുത്തിട്ടുണ്ട്, ഒന്നിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കുരുമുളക് പൊടി എരിവ് ഇച്ചിരി ആവശ്യമാണെങ്കിൽ ശകലം നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, ഒത്തിരി ചേർക്കരുത്. പിന്നെ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഓരോ അടുക്കിലും ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ പതുക്കെ ചെയ്താൽ മതി, ധൃതി പിടിക്കണ്ട. ഇനി നമുക്ക് ബീഫിൻ്റെ പാചകത്തിലെ അടുത്ത ഒരു അടിപൊളി ഘട്ടത്തിലേക്ക് കടക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതികളാണ് ഇനി ചേർക്കുന്നത്. തേൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തേനാണ് നമ്മൾ ഓരോ അടുക്കിലേക്കും ഓരോ ലെയറിലേക്കും മസാല പുരട്ടി സെറ്റായ ഓരോ ലെയറിലേക്കും ഒരല്പാൽപമായിട്ട് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തേൻ ഉപയോഗിക്കാം. അതിനുശേഷം 1 സ്പൂണ് നെയ്യ്. വളരെ ഡെലീഷ്യസാണ്, കുട്ടികൾക്ക് വളരെ അധികം ഇത് ഇഷ്ടമാകും. മസാലയൊക്കെ പൊട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ബീഫ് നന്നായിട്ട് അവിടെ വന്നിരിക്കട്ടെ. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. എത്ര സമയം കൂടുതലിരിക്കുന്നോ അത്രയും ഇത് ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബീഫ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാം.
നട്ട്സുകൾ എടുത്തിട്ടുണ്ട്. ആ നട്ട്സുകളെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടി നെയ്യാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ നമ്മൾ ഈ കുക്കിങ്ങിൽ ഉപയോഗിക്കുന്നേയില്ല. അതൊരു ഇമ്പോർട്ടൻ്റാണ് ഈ കുക്കിങ്ങിൽ. അപ്പോൾ നെയ്യ് ഒരു 2 സ്പൂൺ ഒഴിക്കാം. അതിനുശേഷം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നടുവേ പിളർന്ന് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്ത്, ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പോൾ ഒരു അടിപൊളി ഇടയ്ക്കൊന്നെടുത്ത് കടിച്ച് കുറിക്കാൻ വേണ്ടി തേങ്ങാക്കൊത്ത് ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർക്കാം. കശുവണ്ടി പരിപ്പ് ഇത്രയും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് വെള്ളക്കടലയും ചേർക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം വേവ് കൂടിയ ഐറ്റംസാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് വരുമ്പോൾ ഏകദേശം അതെല്ലാം കൃത്യമായിട്ട് തന്നെ നല്ല ഫ്രൈ ആയിട്ട് വരും. ഒത്തിരി ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. എല്ലാം ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ നമ്മുടെ ഈ ബീഫ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സംഗതികൾ മാറ്റിയെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് അത് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി സെപ്പറേറ്റ് അത് വറുത്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ സമയം കൂടുതൽ പോകും, നെയ്യും കൂടുതൽ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നായിട്ടത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള സംഗതികൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും എളുപ്പം. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉണക്കമുന്തിരി, കടല, കാഷ്യൂനട്ട്, കുറിക്കാൻ തേങ്ങാക്കൊത്ത് ഇത്രയും ആണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ പാചകത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ വറുത്തെടുത്ത ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട് ഓരോ അടുക്കിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല വലിപ്പമുള്ള വാഴയില വാട്ടിയെടുക്കാം. കട്ടിയുള്ള വാഴയിലയാണെങ്കിൽ നല്ലത്. അപ്പോൾ വാഴയില നന്നായിട്ട് ഇതുപോലെ നിവർത്തി വെക്കുക. അതിനുശേഷം ഓരോ പീസ് അടുക്കി വെക്കുക. അടുക്കി വെച്ചതിന് ശേഷം ഒരല്പം തേനും നെയ്യും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അന്ന് ചൂറ്റുപാത്രമൊന്നും ഇല്ലായിരുന്നു. മിക്കവാറും വീട്ടിലെ അമ്മച്ചിമാരൊക്കെ മുറ്റത്ത് നിൽക്കുന്ന വാഴയില എടുത്ത് ഇതുപോലെ ചോറ് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് വരും. അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇല പൊട്ടിപ്പോയാൽ അതിൻ്റെ ആ ഡെലീഷ്യസ് ആയിട്ടുള്ള ഗ്രേവിയൊക്കെ താഴേക്ക് പോകും. അപ്പോൾ അത് പൊട്ടാതെ നന്നായിട്ട് പൊതിഞ്ഞ് ഇതുപോലെ ഇത് കെട്ടിയെടുക്കും. ഇപ്പോൾ തന്നെ നല്ല കാണാനൊരു ഭംഗിയായിട്ടുണ്ടല്ലേ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാചകത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ പാചകത്തിൻ്റെ മറ്റൊരു തലമാണ് കാണിക്കുന്നത്. സാധാരണ ബീഫ് എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അതുപോലെ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റീമിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം എടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ 3 ലിറ്റർ വെള്ളം നമ്മുടെ ഇഡ്ഡലി തട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം പൊതിഞ്ഞ് സെറ്റായി വെച്ചിരിക്കുന്ന ബീഫ് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. 3/4 മണിക്കൂർ നേരത്തെ വേവാണ് ഇതിന് ആവശ്യം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 1 മണിക്കൂർ വെക്കാം. ഒരു 3/4 പരുവം നല്ലൊരു കടിച്ച് പറിച്ചൊക്കെ കഴിക്കേണ്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം അടപ്പൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ അമ്മോ, വാവ്, അടിപൊളി. അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്താൽ മതി. മറ്റ് പാത്രത്തിലേക്ക് ഒന്നും വെക്കണ്ട. നമുക്ക് ഈ വാഴയിലക്കകത്ത് തന്നെ വെച്ചാൽ മതി. കശുവണ്ടി, തേങ്ങാക്കൊത്ത് തൂവിക്കൊടുക്കാം. അപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. കാരണം ഈ കുക്കിങ്ങിന് എരിവ് ഇല്ല. തേനൊഴിച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്വീറ്റുണ്ട്. നട്ട്സുകളുള്ളത് കൊണ്ട് ഇടയ്ക്ക് കുറിക്കാം. അതുപോലെ തന്നെ വളരെ ഗുണമാണ്. ഡ്രൈ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എണ്ണ നമ്മൾ ചേർത്തിട്ടേ ഇല്ല. കുറേ ദിവസത്തെ റിസർച്ചിൻ്റെ ഫലമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ഇഷ്ടക്കാർക്കും കഴിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഈ ഈസ്റ്റർ ഒരു അനുഭവമായി മാറട്ടെ. വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. സമയം പോയത് അറിഞ്ഞില്ല. സന്ധ്യയായി. നല്ലൊരു ഈസ്റ്റർ എല്ലാവർക്കും ആശംസിക്കുന്നു.
അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ അടിപൊളി വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഫുഡിന് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സ്റ്റീമിലാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീമിൽ കുക്ക് ചെയ്യുന്ന ഫുഡിന് വളരെ ഗുണമുണ്ട്. അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നുമില്ല. അതുപോലെ തന്നെ ഓയിൽ വളരെ കുറച്ചാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒരു 3 സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് അതിലെ ഹണിയാണ്, തേൻ. പിന്നെ ഡ്രൈ ഫ്രൂട്ടുണ്ട്, കാഷ്യൂ നട്ടുണ്ട്, പീനട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് കുറയ്ക്കാൻ വേണ്ടി തേങ്ങാക്കൊത്തുണ്ട്. അങ്ങനെ ആകെപ്പാടെ നമ്മുടെ ഈ ഫുഡ് ഒരു അടിപൊളി അനുഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഒരു കാര്യം പറയാൻ മറന്നു, ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ പറയണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയ്ക്കായിട്ട് നിങ്ങളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. സ്നേഹത്തോടെ ബൈ.